അന്ന് പെയ്ത മഴയിൽ. അവതരണം രചന സ്വപ്നശ്രീ ഋതുപല്ലവി. അന്ന് പെയ്ത മഴയിൽ ഭാഗം 1. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഇടിമുഴക്കവും മിന്നലും ഉണ്ടായി. കല്യാണ വീട്ടിലെ ഒരുക്കങ്ങൾക്കിടയിൽ കാലം തെറ്റി വരുന്ന മഴയെ നോക്കി എല്ലാവരും അമ്പരന്നു. ഇതെന്താ ഇപ്പോൾ ഒരു മഴ? നാളെ കല്യാണത്തിന് മഴ പെയ്യാവോ? അടുക്കളപ്പുറത്തിരുന്ന് കറിക്കരിയുകയും തേങ്ങ ചിരകുകയും ചെയ്യുകയായിരുന്ന പെണ്ണുങ്ങളിൽ ചിലർ പറഞ്ഞു. ചെറുപ്പത്തിലേ തേങ്ങ ചിരകി വെച്ചത് കണ്ടാൽ അജുക്കുട്ടൻ വന്ന് വാരി തിന്നുമായിരുന്നു. അപ്പോഴേ ഞാൻ പറയാറുണ്ട് കല്യാണത്തിന് മഴ പെയ്യുമെന്ന്. ഇപ്പോൾ അത് അച്ചട്ടായില്ലേ? അമ്പാട്ട് തറവാട്ടിലെ ബാല്യക്കാരി സൗമിനി പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. ഒരു ഇടിമുഴക്കത്തോടെ മഴ പെയ്തിറങ്ങി. ഈ സമയം മുറിയിലെ ജനാലക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അർജുൻ. അവൻ്റെ മനസ്സിലും നിർത്താതെ എന്തൊക്കെയോ വേദനകൾ പെയ്തിറങ്ങുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ടിരുന്നു. താഴത്തെ ഒരുക്കങ്ങളും കലപില ശബ്ദങ്ങളും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലെ തോന്നി അവന്. അച്ഛാ! ആ വിളി കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഒരു 4 വയസ്സുകാരി മഴയിൽ നനഞ്ഞ് വാതിൽക്കൽ നിൽക്കുന്നു. അവരൊന്ന് അമ്പരന്നു. അവൾ ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ആദ്യത്തെ അമ്പരപ്പ് മാറിയതും അവൻ ആ കുഞ്ഞിനെ നോക്കി. എന്താ മോളെ ഇത്? എന്തിനാ നീ മഴ നനഞ്ഞത്? പനി വരില്ലേ? അതും പറഞ്ഞ് അവൻ നേരെ ചെന്ന് അലമാര തുറന്ന് തോർത്തെടുത്തു കൊണ്ടുവന്ന് അവളെ നന്നായി തോർത്തി. അവളുടെ ഉടുപ്പും നനഞ്ഞിരുന്നു. അവൻ എന്തോ ആലോചിച്ചു. പിന്നെ ഷെൽഫ് തുറന്ന് ഒരു കവർ എടുത്തു. അതിൽ നിന്നും നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പെടുത്ത് അവൾക്ക് കൊടുത്തു. അത് കണ്ട് അവൾ ആ കുഞ്ഞു കണ്ണുകൾ വിടുന്ന്, ഹായ്, എന്ത് നല്ല ഉടുപ്പാ ഇത്! എന്ത് നല്ല ഉടുപ്പാ ഇത്! മോക്കുവിൻ്റെ അച്ഛൻ വാങ്ങിയതാണോ? അവൻ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. മോളെ നനഞ്ഞത് മാറി, ഇതിട്ടുകൊണ്ട് വാ. അവൾ അതും എടുത്ത് അകത്തേക്ക് പോയി. അർജുൻ നെടുവീർപ്പോടെ അവിടെ ഇരുന്നു. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഡിസ്പ്ലേ കണ്ടതാണ്. അപ്പോൾ ഓർമ്മ വന്നത് ഈ കുഞ്ഞു മാലാഖയാണ്. അലങ്കൃത എന്ന അമ്മൂട്ടിയുടെ. മറ്റുള്ളവർ കാണാതെ സെപ്പറേറ്റായി വാങ്ങി ഒളിപ്പിച്ച് വെച്ചതാണ്. എന്തെങ്കിലും കാണുമ്പോൾ കൊടുക്കുക എന്ന് കരുതി. പക്ഷേ അവസരം കിട്ടിയില്ല. ഇന്നെന്തായാലും അവൾ വന്നത് നന്നായി, അവൻ ഓർത്തു. അച്ഛേ, ഇത് നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. അമ്മൂടി ഉടുപ്പുമിട്ട് ചിരിച്ചുകൊണ്ട് അവന് മുന്നിൽ വന്നു. അത് കണ്ടതും അവൻ അറിയാതെ കണ്ണുകൾ വിടർന്നു. അമ്മൂട്ടിയുടെ അരികെ ചെന്നിരുന്ന് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ഈ ഉടുപ്പ് മോക്ക് നന്നായി ചേരുന്നുണ്ട്. അത് കേട്ടതും അവൾ കുണുങ്ങി ചിരിച്ചു. ആണോ? മോക്ക് ഇങ്ങനത്തെ ഉടുപ്പൊന്നും ഇല്ല അച്ഛാ. ആവറേജിൽ പഴയതും കീറതും ഒക്കെ ഇടാൻ കിട്ടും. സ്കൂളിലെ കുട്ടികൾ പുതിയ ഉടുപ്പിട്ടുകൊണ്ട് വരുമ്പോൾ മോക്ക് സങ്കടമാവാം. ആ ചീനി ഇതുപോലത്തെ ഉടുപ്പ് വാങ്ങിത്തരും മോക്ക്. അത് കേട്ടതും അവൻ്റെ ഉള്ളം പിടഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കരഞ്ഞു. വാങ്ങിത്തരാം, അവൻ പറഞ്ഞു. നല്ല അച്ഛ, ഉമ്മ. അതും പറഞ്ഞ് അവൾ അവൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു. എടി എന്ന അലർച്ച കേട്ട് ഇരുവരും വാതിൽക്കലേക്ക് നോക്കി. വാതിൽക്കൽ ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുന്ന അർജുൻ്റെ സഹോദരി ദേവികയെ കണ്ടതും അമ്മൂട്ടി പേടിച്ച് അർജുൻ്റെ പിന്നിൽ ഒളിച്ചു. ദേവിക ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചു വിളിച്ചു. എന്നെ വീട്! അവൾ കരഞ്ഞു. എടി അസ്തേ, ആരോട് ചോദിച്ചിട്ടാടി നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്? എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്? ദേവിക ദേഷ്യത്തോട് ചോദിച്ചു. എന്നെ വീട്, ഞാൻ എൻ്റെ അച്ഛൻ കാണാൻ വന്നതാ. അച്ഛനോ? ആരാണ് നിൻ്റെ അച്ഛൻ? ഏതോ അഴുക്ക് ചാലിൽ ആർക്കും പിറന്ന നീ എന്ത് ധൈര്യത്തിലാടി എൻ്റെ ഏട്ടനെ അച്ഛൻ എന്ന് വിളിച്ചത്? അപ്പോൾ ഏതെങ്കിലും തെരുവ് തേണ്ടി വിളിക്കും, അതായിരിക്കും നിൻ്റെ അച്ഛൻ. അത് കേട്ടതും അർജുന് ദേഷ്യം വന്നു. ദേവു, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കുട്ടിയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഇതിനോടൊക്കെ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ? വിളിച്ചത് കേട്ടില്ലേ അച്ഛാന്ന്. അത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കാൻ ഏട്ടൻ നാണമല്ലേ? അതെങ്ങനെ? അങ്ങനെ വിളിക്കുമ്പോഴും തിരുത്താതിരിക്കുന്നത് അവളല്ലേ? അഞ്ജലി മച്ചിയായതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ ഏത് കൊച്ചിനെയും ദത്തെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ മരുമകളായി തന്നെ വാഴയെന്ന് കരുതിയതല്ലേ അവളെ? ഒടുക്കം ഇതിനെയും കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നില്ലേ? കല്യാണം മുടക്കാൻ വേണ്ടി അവൾ തന്നെ ആകും ഇതിനിങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അർജുൻ രോഷൻ കടിച്ചമർത്തി. എന്തിവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ്റെ അമ്മ പത്മാവതിയോടേക്ക് വന്നു. അർജുനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അമ്മൂട്ടി കണ്ട് അവരെ നമ്പരുന്നു. അമ്മൂട്ടി ഇപ്പോൾ വന്നു? ആരെയും ഇവളെ കൊണ്ടുവന്നത്? പത്മാവതി ചോദിച്ചു. അപ്പോൾ ദാസേട്ടൻ വന്നിട്ടില്ലേ? അർജുൻ ചോദിച്ചു. ഇല്ല. അർജുൻ അവളെ നോക്കി. മോൾ ആരുടെ കൂടെ വന്നത്? അർജുൻ ചോദിച്ചു. അവൾ മിണ്ടാതെ മുഖം കുനിച്ച് നിന്നു.
പറ മോളെ, ആരുടെ കൂടെ വന്നത്? അത് മോള് തനിച്ചാ വന്നത്. അത് കേട്ടതും അവൻ ഞെട്ടി. എന്ത് പണിയാണ് മോളെ കാണിച്ചത്? ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വന്നിട്ട്? ആരെങ്കിലും മോളെ പിടിച്ചുകൊണ്ട് പോവുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിലോ? അവൾ വിഷമത്തോടെ മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. പിന്നെ ഒറ്റയ്ക്ക് വരുന്നു, അവളും ഉണ്ടാകും കൂടെ. പുറത്തെവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുകയായിരിക്കും, ദേവിക പറഞ്ഞു. ദേവു മതി, വാടകയ്ക്ക്. പത്മാവതി മകളെ ശാസിച്ചു. പിന്നെ അമ്മൂട്ടിയെ നോക്കി. എന്ത് പണിയാണ് മോളെ കാണിച്ചത്? മോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അതും പറഞ്ഞ് പത്മാവതി ഇരുവരെയും നോക്കി. ഞാൻ ഡ്രൈവറോട് ഇവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയാം. അഞ്ജലി ഇവളെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. മോള് വാ. പത്മാവതി അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ വരൂല, എനിക്ക് അച്ഛൻ മതി. അതും പറഞ്ഞ് അവൾ അർജുനെ ചുറ്റിപ്പിടിച്ചു. മോളെ വാ. വേണ്ടമ്മേ, ഞാനിവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോളാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? വരുന്നവർ കല്യാണ ചെറുക്ക എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദേവിക ചോദിച്ചു. ഞാനൊരു അത്യാവശ്യത്തിന് പുറത്ത് പോയെന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെ ശരിയാകും? അതൊക്കെ ശരിയായിക്കോളും. കല്യാണം ഇന്നലല്ലോ, നാളെയല്ലേ. മോള് വാ അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. അവൻ കാറിൻ്റെ കീയും എടുത്ത് അമ്മൂട്ടിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഇരുവരും വണ്ടിയിൽ കയറി. അർജുൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് പോകുന്നത് നോക്കി പത്മാവതിയും ദേവികയും വരാന്തയിൽ നിന്നു. അമ്മയാ ഏട്ടൻ്റെ ഓരോ തോന്നിയാസത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അവൻ എന്ത് തോന്നിയാസം കാണിച്ച് നന്ദി പറയുന്നത്? ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാനല്ലേ അവൻ പോയത്? അതിന് ഈ കൊച്ചു ഏട്ടനും തമ്മിൽ എന്താ ബന്ധം? അഞ്ജലിയുടെ ദത്തുപുത്രി. അവളും ഏട്ടനും തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞതോടെ എല്ലാം അവസാനിച്ചു. ഏട്ടനൊരു നല്ല ജീവിതം വേണം. നാളെ വിവാഹം കഴിഞ്ഞ് നീതുവിൻ്റെ കൈയും പിടിച്ച് ഏട്ടൻ പടികിടന്നു വരുന്നതോടെ പുതിയൊരു ജീവിതം അവർ ആരംഭിക്കുക. അപ്പോൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു കരിനിഴലായി അവളും ഈ കുഞ്ഞും വരാൻ പാടില്ല. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അതും പറഞ്ഞ് ദേവിക അകത്തേക്ക് പോയി. പത്മാവതി ഒരു നെടുവീർപ്പോടെ അവിടെ തന്നെ നിന്നു. ഡ്രൈവിങ്ങിനിടെ അർജുൻ തലചിരിച്ച് അമ്മൂട്ടിയെ നോക്കി. അവൾ ഉറങ്ങിയിരിക്കുന്നു. അവൻ ഓരത്തേക്ക് വണ്ടി നിർത്തി. സീറ്റ് താഴ്ത്തി കിടക്ക പോലാക്കി. കാറിലുണ്ടായിരുന്ന ഒരു ചെറിയ പുതുപ്പെടുത്ത് അവൾ പുതുപ്പിച്ചു. ആ മുടിയിൽ വാത്സല്യത്തോട് തടവടി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മഴ തകൃതിയെ പെയ്തിറങ്ങുകയാണ്. പെട്ടെന്ന് വണ്ടിക്ക് മുന്നിലൂടെ ഒരു പെൺകുട്ടി റോഡ് മറികടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ ബ്രേക്ക് ഇട്ടു. അവൾ ഭയന്നുകൊണ്ട് അവനെ നോക്കി. സോറി. അത് പറഞ്ഞ് അവൾ വേഗം ഓടിപ്പോയി. അവൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. പിന്നെ കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ട് അവൻ പുറത്തേക്ക് നോക്കി. പെയ്തിറങ്ങുന്ന മഴനീർത്തുള്ളികൾ കണ്ടതും അവൻ്റെ ഉള്ളിലൊരു കുളിർക്കാറ്റ് വീശി. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു മഴയത്താണ് ആദ്യമായി താൻ അവളെ കാണുന്നത്. അഞ്ജലി. വിടർന്ന കണ്ണുകളും നീണ്ട സമൃദ്ധമായ മുടിയും ഉള്ള ഒരു 14 വയസ്സുകാരി. അന്ന് തനിക്ക് വയസ്സ് 17. ഒരിക്കൽ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. സ്കൂൾ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി അകത്തേക്ക് നടക്കുമ്പോഴാണ് മഴ പെയ്തത്. കൂടെയാണെങ്കിൽ കാറിൽ വെച്ച് മറന്നു. ഗേറ്റിൽ നിന്നും ക്ലാസ്സിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഓടിയാലും ക്ലാസ്സിലെത്തുമ്പോഴേക്കും നനയും. എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കുടയും ചൂടി നടന്നു വരുന്നത് കണ്ടത്. മറ്റൊന്നും ആലോചിക്കാതെ ആ കുടയിലേക്ക് ചാടിക്കയറി. പെട്ടെന്ന് ആ കുട്ടി ഞെട്ടി. ഞെട്ടലോടെ തന്നെ നോക്കി. വാലിട്ടെഴുതിയ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം അവൻ്റെ ചങ്കിൽ തന്നെ വന്ന് തറച്ചു. പിടയ്ക്കുന്ന ആ മിഴികളും വിറയ്ക്കുന്ന അധരങ്ങളും കണ്ട് ഒരു നിമിഷം കണ്ണു ചിമ്മാതെ അവൻ നോക്കി നിന്ന് പോയി അവളെ. പെട്ടെന്ന് ഇടിമുഴുകിയതും അവൻ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്ന്. സോറി, ഞാൻ കൂടെ വണ്ടിയിൽ വെച്ച് മറന്നുപോയി. വിരോധമില്ലെങ്കിൽ കുട്ടി എന്നെ ഒന്ന് +2 സയൻസ് ബ്ലോക്കിൽ കൊണ്ടുവിടാമോ? അത് കേട്ടതും അവൾക്ക് അല്പം ആശ്വാസമായി. അവൾ മോളി. താങ്ക് യു, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇരുവരും നടന്നു. എന്താ കുട്ടിയുടെ പേര്? അഞ്ജലി. എൻ്റെ പേര് അർജുൻ. അല്ല, കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th C. ഓ ആണോ? വീട് ഇവിടെ അടുത്താണോ? അല്ല, ഞാൻ ബസ്സിലാണ് വരാറ്. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവർ സയൻസ് ബ്ലോക്കിലെത്തി. എന്നാൽ ശരി, ഒത്തിരി നന്ദി, അവൻ വരാന്തയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അവളും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ഇത് കണ്ട് ചില കൂട്ടുകാർ തന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി കളിയാക്കി. ഏതാടാ അവളുമായിട്ട് എന്താ ഒരു ഇടപാട്? അങ്ങനെ 100 ചോദ്യങ്ങൾ. ഒന്ന് പോടാ. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ കുടയിലേക്ക് ഓടിക്കയറി. അവളെന്നെ ഇവിടെ കൊണ്ട് വിടുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും ഞങ്ങൾക്കിടയിലില്ല. അവൻ പറഞ്ഞതോടെ കൂട്ടുകാർ നിരാശരായി.
പിന്നെയും പലതവണ അവളെ സ്കൂളിൽ വെച്ച് കണ്ടുവെങ്കിലും ഒരു പുഞ്ചിരിയിൽ ആ സൗഹൃദം ഒതുക്കി. അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ദിവസം അച്ഛൻ ഡ്രൈവർ ദാസനെയും കൂടി കോയമ്പത്തൂർക്ക് പോയ സമയത്ത് വരാന്തയിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുപ്പിവളകളിട്ട് ഒരു കൊച്ചു കൈ അവന് നേരെ നീണ്ടു വന്നത്. അതിൽ പിടിച്ചിരിക്കുന്ന ചായ വാങ്ങവെയാണ് ആ കൈകൾ അവൻ ശ്രദ്ധിച്ചത്. പരിചയമില്ലാത്ത കുഞ്ഞിക്കൈകൾ കണ്ട് അവൻ അമ്പരപ്പോടെ നോക്കി. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അഞ്ജലിയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ആഹാ, നീ ഇതിവിടെ? ഞാൻ അത് അവൾ എന്തോ പറയാൻ വന്നത് പത്മാവതി അവിടേക്ക് വന്നു. നിനക്ക് മനസ്സിലായോ അജു അതാരാണെന്ന്? അവൻ ഇല്ലെന്ന് തലയാട്ടി. നമ്മുടെ ദാസൻ്റെ മകളാണ്. ദാസൻ അച്ഛൻ്റെ കൂടെ കോയമ്പത്തൂർക്ക് പോയിരിക്കുകയല്ലേ. ശകുന്തളയും മോളെയും രാത്രി വീട്ടിൽ തനിച്ചേക്ക് പോകാൻ അവനൊരു ഭയം. ശകുന്തളയുടെ ആളൊരു ശരിയല്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട് പോലും. അപ്പോൾ അച്ഛനെ പറഞ്ഞത് 2 ദിവസം ഇവരിവിടെ നിന്നോട്ടെ എന്ന്. അതേതായാലും നന്നായി. എനിക്കും ദേവുവിനും പ്രഭേടത്തിക്കും ഒരു കൂട്ടായല്ലോ, അവൻ പറഞ്ഞു. മോള് വാ. പത്മാവതി അവളെയും വിളിച്ച് അകത്തേക്ക് നടന്നു. നാട്ടിലെ പേരുകേട്ട തറവാടായ അമ്പാട്ട് വീട്ടിലെ അനന്തരാമനും പത്മാവതിക്കും 3 മക്കളാണ്. മൂത്ത മകൾ പ്രഭാവതി, രണ്ടാമത്തെ മകനാണ് അർജുൻ എന്ന അജു, മൂന്നാമത്തേത് ദേവിക എന്ന ദേവു. നാട്ടിലെ പ്രമാണിയായ അനന്തരാമൻ നല്ലൊരു വ്യക്തിയായിരുന്നു. ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ എല്ലാം കണ്ണിലൂണിയാണ് അദ്ദേഹം എന്ന് പറയും. ആ വീട്ടിലെ ഡ്രൈവറാണ് ദാസൻ. അനന്തരാമൻ്റെ ഉറ്റ ചങ്ങാതി കൂടിയായിരുന്നു ദാസൻ. ദാസൻ്റെ നാട് അങ്ങ് തിരുവനന്തപുരത്താണ്. എറണാകുളത്ത് ഒരു കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണ് അനന്തരും ദാസനും പരിചയപ്പെടുന്നത്. ക്യാമ്പസ് ജീവിതം അവസാനിച്ച് ഇരുവരും അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി. എങ്കിലും സൗഹൃദം വിട്ടില്ല. ഇതിനിടെ അനന്തിൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു മകനും ജനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ദാസൻ അവനെ കാണാൻ വന്നു. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ശകുന്തള എന്ന ആ പെണ്ണുമായി അവൻ കുറേ കാലമായി അടുപ്പത്തിലായിരുന്നു. ഇതറിഞ്ഞ് അവളുടെ വീട്ടുകാർ അവളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ നോക്കി. ഒടുവിൽ അവൻ അവളെയും കൂടി നാടുവിട്ടു. അനന്തരം അവരുടെ വിവാഹം നടത്തി കൊടുത്തു. വാടകയ്ക്ക് ഒരു വീടും റെഡിയാക്കി കൊടുത്തു. കമ്പനിയിൽ എന്തെങ്കിലും ജോലി നോക്കിയപ്പോൾ ഒന്നിനും വേക്കൻസി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഡ്രൈവർ ജോലിയായിരുന്നു. ദാസൻ സന്തോഷത്തോടെ ആ ജോലി മതിയെന്ന് പറഞ്ഞു. വീട്ടുജോലിക്കാർക്ക് എന്തെങ്കിലും അസൗകര്യം വന്ന ശകുന്തള ഇടയ്ക്ക് അമ്പാട്ട് വീട്ടിൽ വീട്ടുജോലിക്കായും വരാറുണ്ടായിരുന്നു. അവർക്കൊരു മകളുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അർജുൻ അവളെ കണ്ടിരുന്നില്ല. അവളും അവിടേക്ക് വരിക വിരളമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദേവു ഒരു കുശുംബിയായതുകൊണ്ട് തന്നെ അവൾ അഞ്ജലിയുമായി കൂട്ടുകൂടാൻ പോയില്ല. അർജുനും പ്രഭയും പക്ഷേ അവളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. എൻട്രൻസ് എഴുതി MBBSന് പോകണമെന്നാണ് അർജുൻ്റെ ആഗ്രഹം. അതുപോലെ പഠിച്ചൊരു നല്ല ടീച്ചറാകണമെന്നായിരുന്നു അഞ്ജലിയുടെയും ആഗ്രഹം. അവർ തമ്മിൽ നല്ല കൂട്ടായി. കോയമ്പത്തൂരിൽ നിന്ന് ദാസനും അനന്തരും തിരിച്ചു വന്നതോടെ അഞ്ജലി അച്ഛനും അമ്മയ്ക്കും ഒപ്പം വീട്ടിലേക്ക് തിരിച്ചു. സ്കൂളിൽ വെച്ച് ഇരുവരും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പ്രഭയോടൊപ്പം ഇടയ്ക്കൊക്കെ അവൾ വീട്ടിലേക്കും വരാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അർജുൻ അവളോട് നല്ല കൂട്ടായി പെരുമാറിയിരുന്നു. സ്കൂളിൽ പലരും അർജുൻ്റെയും അഞ്ജലിയുടെയും സൗഹൃദം തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ എപ്പോഴും അഞ്ജലിയുടെ മനസ്സിലും അവൻ സ്ഥാനം പിടിച്ചിരുന്നു. അറിയാതെ അവളും അവനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. എൻട്രൻസ് കോച്ചിങ്ങിനായി അർജുൻ കോട്ടയത്തേക്ക് പോവുകയാണെന്ന് പ്രഭ അഞ്ജുവിനോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ അഞ്ജലിയുടെ മനസ്സ് പിടഞ്ഞു. പോകും മുമ്പ് അവനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിച്ചു. കൂട്ടുകാരികൾ കൂടി അവളെ സപ്പോർട്ട് ചെയ്തതോടെ അവൾ പറയാമെന്ന് തീരുമാനിച്ചു. അന്ന് അവൾ സൈക്കിളും എടുത്തായിരുന്നു സ്കൂളിലേക്ക് വന്നത്. പരീക്ഷയുടെ അവസാന ദിവസം എക്സാം കഴിഞ്ഞ് അർജുൻ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. ഇടവഴി കടന്നപ്പോഴാണ് ഓടി കിതച്ചുകൊണ്ട് അഞ്ജലി അവൻ്റെ മുന്നിലേക്ക് വന്നത്. അവൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിന്ന്, എന്താടി ഇത്, മനുഷ്യ പേടിച്ചു പോയല്ലോ. സോറി, പെട്ടെന്ന് ഓടി വന്നപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇതിനിപ്പോൾ ഓടി വെച്ച് വന്നത്? അത് അർജുനനെ കാണാൻ തന്നെ. അതിനെതിരെ ഓടി വന്നത്? നടന്നു വന്നാൽ പോരെ? അവൾ ചമ്മലോടെ ഒന്ന് ചിരിച്ച്. ആട്ടെ, എന്തിനാ നീ എന്നെ കാണാൻ വന്നത്? അത് പിന്നെ അർജുനൻ കോട്ടയത്തേക്ക് പോകാമെന്ന് കേട്ടു. നേരാണോ? അവിടെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്. 1 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതി എവിടെയെങ്കിലും മെഡിക്കൽ സീറ്റ് ഒപ്പിക്കണം. അത് കേട്ടതും അവളുടെ മുഖം പാടി. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരില്ലേ?
പക്ഷേ എന്ന് എപ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ലീവ് കിട്ടുമ്പോൾ വരും, പോകും. അവൾ വിഷമത്തോടെ മുഖം കുനിച്ച് നിന്നു. എന്തുപറ്റി ഒരു വിഷമം പോലെ? അതൊക്കെ പോട്ടെ, നീ എന്തിനാ എന്നെ കാണാൻ വന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ അവൾ പതിയെ പിന്നിൽ ഒളിപ്പിച്ച കൈകൾ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതിൽ ചുവന്ന ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. അവൻ കൗതുകത്തോടെ അത് നോക്കി. ആഹാ, ഇത് കൊള്ളാലോ, ഇതെനിക്കാണോ? അവൾ മൂളി. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി. താങ്ക് യു, അവൻ പറഞ്ഞു. അവളൊന്ന് പരിഭ്രമിച്ചു. ഐ ഐ ലവ് യു, അവൾ പെട്ടെന്ന് പറഞ്ഞതും അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. എന്താ നീ പറഞ്ഞ? അത് പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. അതുകൊള്ളാം, നല്ല കോമഡി തന്നെ. നിനക്ക് ഇങ്ങനെ തമാശ പറയാനൊക്കെ അറിയാം അല്ലേ? മതി, വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ സൈക്കിൾ എടുക്കാൻ ഒരുങ്ങിയതും അവൾ ഹാൻഡിൽ പിടിച്ചു. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് അർജുനെ ഇഷ്ടം. അർജുനെ കല്യാണം കഴിച്ച് മരിക്കുന്നത് വരെ ഒന്നിച്ച് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ അല്പം ദേഷ്യം വന്നു. ഷട പഞ്ചു, ഇത്രയും നേരം ഞാൻ കേട്ടു നിന്നത് എൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും നല്ല സുഹൃത്തുക്കളായത്. അതുപോലെ നല്ല സുഹൃത്തായി മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. അതിലപ്പുറം ഒരടുപ്പവും എനിക്ക് നിന്നോടില്ല. നീ വേഗം വീട്ടിലേക്ക് ചെല്ല്, അവൻ ദേഷ്യത്തോട് പറഞ്ഞ് പോകാനൊരുങ്ങിയതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യെ പിടിച്ചു. അങ്ങനെ പോകല അർജുട്ടോ, ഞാൻ അർജുനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. നിനക്കെന്താ പറഞ്ഞ് മനസ്സിലാവില്ല അഞ്ജു? അല്ലെങ്കിലും എന്നെ സ്നേഹിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഞാൻ അമ്പാട്ടി വീട്ടിലെ കോടീശ്വരനായ അനന്തരാമൻ്റെ മകനാണ്. നീയോ ആ വീട്ടിലെ ജോലിക്കാരുടെ മകൾ. എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് പോലും കയറാൻ യോഗ്യതയില്ലാത്ത നിങ്ങളെയൊക്കെ വീടിനകത്ത് വിളിച്ചു കയറിയതാ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റ്. അതുകൊണ്ടല്ലേ ഇപ്പം എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് ധൈര്യം വന്നത്? വീട്ടുവേലക്കാരിയുടെ മകളെ കല്യാണം കഴിക്കാൻ എൻ്റെ വീട്ടുകാരെ ബന്ധുക്കളെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവരം അറിഞ്ഞാൽ തന്നെ മതി, നാട്ടുകാരെ തന്നെ അടിച്ചോടിച്ചെന്നിരിക്കും നിന്നെയൊക്കെ. നോക്കഞ്ജലി, എൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രണയമോ വിവാഹമോ ഒന്നുമില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നേടിയാൽ എൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത് ഒരുത്തി കണ്ടെത്തി ഞാൻ വിവാഹം കഴിച്ചോളാം. അതുകൊണ്ട് ഇനിമേലെ ഈ കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നു പോകരുത്, താക്കിയതോടെ അവൻ പറഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. അവൾ പോയതും അവനെന്തോ വല്ലായ്മ തോന്നി. സൈക്കിളെടുത്ത് അവൻ നേരെ വീട്ടിലേക്ക് വിട്ടു. സൈക്കിളിൽ നിർത്തി വേഗം അകത്തേക്ക് കയറി മുറിയിൽ ചെന്ന് ബാഗും താഴെ വെച്ച് അവൻ കട്ടിലിലേക്ക് വീണു. അവളോട് അങ്ങനെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നിപ്പോയി അവന്. അജു, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. താഴെ നിന്ന് പത്മാവതിയുടെ വിളി വന്നതും അവനെല്ലാം വിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറി. കുളിച്ച് വേഷം മാറി താഴേക്ക് ചെന്ന് കാപ്പിയും പലഹാരവും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. കൂട്ടുകാരുടെ കൂടെ കുറച്ച് സമയം കളിച്ചു. എന്തുകൊണ്ടോ മനസ്സിന് വല്ലാത്തൊരു വേവലാതി പോലെ തോന്നി. കളിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ കൂട്ടുകാരോട് കളിച്ചോളാൻ പറഞ്ഞ് തിരിച്ചു. കുറച്ച് സമയം പുഴക്കരയുടെ ഷെഡിലിരുന്ന് സന്ധ്യ ആകാറായപ്പോഴേക്കും എഴുന്നേറ്റ് വീട്ടിലേക്ക് വിട്ടു. പടിപ്പുര കടക്കുമ്പോഴേ കണ്ടു വരാന്തയിലൂടെ പരിഭ്രമത്തോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനെയും അരികിൽ തന്നെ ആവലാതിയോടെ നിൽക്കുന്ന അമ്മയെയും ചേച്ചിയെയും. അവൻ വരാന്തയിലേക്ക് കയറി അമ്മയുടെ അരികിൽ ചെന്ന് നിന്നു. ശരി, എബി നെഗറ്റീവ് എത്രയും പെട്ടെന്ന് കിട്ടുമോ അത്രയും പെട്ടെന്ന് എത്തിക്കണം. ശരി, ഞാൻ ആശുപത്രി ഉണ്ടാക്കും. അത് കേട്ടതും അർജുൻ എന്ന് ഞെട്ടി. അനന്തൻ ഫോൺ കട്ട് ചെയ്ത് പത്മാവതിയെ നോക്കി. പത്മേ, ഞാൻ ആശുപത്രിയിലേക്ക് പോവാം. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്തേട്ടാ, പത്മാവതി ആവലാതിയോട് പറഞ്ഞു. അയാൾ കാറിൽ കയറി പോകുന്നത് നെടുവീർപ്പോടെ അവൾ നോക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. എന്താ ചേച്ചി, അച്ഛൻ എങ്ങോട്ട് പോയത്? ആരാ ആശുപത്രിയിലുള്ളത്? അത് നമ്മുടെ അഞ്ചു സ്കൂളിൽ നിന്ന് വരുന്ന വഴി കാല് തെറ്റി കല്ലുവെട്ടാൻ കുഴിയിൽ വീണു. അതുവഴി പോയവർ കുഴിയുടെ വെള്ളത്തിൽ ചോര കൊണ്ട് സംശയം തോന്നി നോക്കിയപ്പോഴാണ് അവളെ കിട്ടിയത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നേരിയ ശ്വാസമേ ഉണ്ടായിരുന്നുള്ളത്രേ. ഇപ്പോൾ ICUവിലാണ് ഉള്ളത്. ചോര കുറെ പോയി. അറിഞ്ഞത് മുതൽ ആകെ മരവിച്ച അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. അഞ്ജുവിനൊന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് പ്രഭ പറഞ്ഞ് അകത്തേക്ക് നടന്നതും കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു അർജുൻ. തുടരും.